ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ RBI നമ്മുടെ UPI റൂൾസുകൾ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് UPI ട്രാൻസാക്ഷൻ്റെ ലിമിറ്റുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു UPI ഉപഭോക്താവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ UPI ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ ചാനൽ JCC വേൾഡ് കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മളതിൽ ടെക്നിക്കലും ന്യൂസുകളും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് റിവ്യൂസും കമ്പാരിസണൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ലിങ്ക് ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾക്ക് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പേജ് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഈസി പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചേഞ്ചസ് വന്നിരിക്കുന്നത് കുറേ UPI ലിമിറ്റ്സുകൾക്കാണ് മെയിനായിട്ട് ചേഞ്ചസുകളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ടാക്സ് പേയ്മെൻറ്റ്സിന് ഇനി നമുക്ക് വേണമെങ്കിൽ UPI ത്രൂ 5 ലക്ഷം വരെ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് അടയ്ക്കാട്ടെ. അതെല്ലാം ഡെയിലി ലിമിറ്റുകളാണ് കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇൻകം ടാക്സ് അടയ്ക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ടാക്സ് പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് UPI ത്രൂ 5 ലക്ഷം വരെ അടയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഇത് 1 lakh ആയിരുന്നു. അത് കൂട്ടിയിട്ടാണ് 5 ലക്ഷം ആയിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ഉള്ള ട്രാൻസാക്ഷനൊക്കെ, അതായത് നമ്മൾ നോർമൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന UPI ലിമിറ്റ് ഇപ്പോഴും 1 lakh തന്നെയാണ് കേട്ടോ. അതിന് ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ഇൻഷുറൻസിനും IPO സംഭവങ്ങൾക്കൊക്കെ RBI സ്കീംസിനൊക്കെ അത് വ്യത്യാസമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെന്റ്സിനൊക്കെ നമുക്ക് മാക്സിമം 2 ലക്ഷമാണ്. അതുപോലെ തന്നെ RBI സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ IPO ഇൻവെസ്റ്റിങ്ങിനും അതിനൊക്കെ നമുക്ക് 5 ലക്ഷമാണ് വന്നേക്കുന്നത് കേട്ടോ. അതാണ് ചേഞ്ചസ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് UPI ഡെലിഗേറ്റ് പേയ്മെൻറ്റിൻ്റെ ഒരു ഫെസിലിറ്റി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാൻ ഒരു അനുമതി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് UPI ഡെലിഗേറ്റ്. അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി ഇനി അപ്ഡേറ്റിൽ വരും അത്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ചെക്കിൻ്റെ ക്ലിയറൻസ് ടൈം റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ചെക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അത് ക്ലിയറൻസ് ചെയ്യാൻ നോർമലി ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ മാക്സിമം 2 ദിവസമൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറച്ച് മണിക്കൂറിനുള്ള തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ സിബിൽ സ്കോറിൻ്റെ അപ്ഡേഷൻ ടൈമിലും അപ്പോൾ ആ ഗ്യാപ്പ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, ഇപ്പോൾ നമ്മൾ പുതിയ ക്രെഡിറ്റ് കാർഡ് എടുത്താലോ അല്ലെങ്കിൽ ലോൺ എടുത്താലോ ഒക്കെ നമുക്ക് അത് സിബിൽ റിപ്പോർട്ട് ആവണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ചില ബാങ്കുകൾ 5 മാസം എടുക്കുന്നുണ്ട്. അത്രയ്ക്കും കൂടുതൽ സർവീസ് തരുന്ന ബാങ്കുകളും NBFCകളൊക്കെ ഉണ്ട്. അതിപ്പോൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫുൾ ക്ലാരിറ്റി പറഞ്ഞിട്ടില്ല. അത് റീസെൻ്റ്ലി ഞാൻ അപ്ഡേറ്റിൽ വരും കേട്ടോ. അപ്പോൾ നല്ല ഒരു അപ്ഡേറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. UPI ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ചെക്ക് ക്ലിയറിങ്ങിൻ്റെ അതൊക്കെ ഒരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുന്നു അത് തന്നെയായിരിക്കും കസ്റ്റമറിന് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കുന്നത് നമ്മുടെ RBIൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് എടുത്താൽ നിങ്ങൾക്ക് എല്ലാ ലിങ്കുകളും അതിലൊക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് agmg.banksupport.in നിങ്ങൾക്ക് സന്ദർശിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്കുകളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം. ബൈ.